നമസ്കാരം. വേണു പരമേശ്വറാണ്. മെമ്മറി വാഴാത്ത കേരളത്തിൽ മെമ്മറി കാർഡ് കള്ളനെ കൊടുക്കാൻ വല വിരിച്ച് പോലീസ്. മേയർ ഡ്രൈവർ വിവാദം നടന്ന് 3 ദിവസം പിന്നിടുമ്പോഴാണ് വെളിപാട് പോലെ ബസ്സിനുള്ളിൽ CCTVയും DVRും മെമ്മറി കാർഡും ഒക്കെ ഉണ്ടല്ലോ എന്ന ബോധം കേസ് അന്വേഷിക്കുന്നവർക്കുണ്ടായത്. എന്നാൽ അന്വേഷണത്തിന് മുൻപ് തന്നെ കേസിന്റെ വിധിക്ക് നിർണായകമായേക്കാവുന്ന മെമ്മറി കാർഡിനെ കുറിച്ച് മെമ്മറി കള്ളന് ബോധമുണ്ടാവുകയും അത് അടിച്ചു മാറ്റി കേസ് അത്യന്തം ദുരൂഹത നിറഞ്ഞ ദൃശ്യം മോഡലിൽ സിനിമാ കഥയെ വെല്ലുന്ന വഴിത്തിരിവിൽ എത്തിക്കുകയും ചെയ്തത്. പോലീസിന് ഒരു പടി മുൻപേ പോയ കള്ളനെ കൊടുക്കാൻ സൈബർ സെല്ലിന്റെയും ഫോറൻസിക് വിഭാഗത്തിന്റെയും സഹായം തേടിയിരിക്കുകയാണ് നമ്മുടെ പോലീസ്. മേയർ ഡ്രൈവർ തർക്കത്തിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് കണ്ടെടുക്കാനായി ചെന്ന പോലീസാണ് കാർഡ് നഷ്ടപ്പെട്ട വിവരം ആദ്യമായി അറിയുന്നത്. കേസും കോടതിയും ഒക്കെ ഒഴിവാക്കി ഇരു വിഭാഗവും അനുരഞ്ജനത്തിന് ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നതോടെയാണ് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. KSRTC CMD പ്രാഥമിക റിപ്പോർട്ട് നൽകിയെങ്കിലും കേസ് ഹൈക്കോടതി വരെ പോയേക്കുമെന്ന സൂചനയെ തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് മന്ത്രി ഉത്തരവിട്ടത്. ഇതേ തുടർന്നാണ് ആദ്യം പരാതി നൽകേണ്ട ആവശ്യമില്ലെന്ന് കരുതിയ KSRTC ഒടുവിൽ കേസുമായി പോലീസിനെ സമീപിച്ചത്. തമ്പാനൂർ യൂണിറ്റിലെ RPC 101 നമ്പർ സൂപ്പർഫാസ്റ്റ് ബസ്സുമായി ബന്ധപ്പെട്ട അന്വേഷണമായതിനാലാണ് കേസ് തമ്പാനൂർ പോലീസ് അന്വേഷിക്കുന്നത്. മെമ്മറി കാർഡ് ബസ്സിൽ നിന്ന് നഷ്ടമായത് അതീവ ഗൗരവമുള്ള വിഷയമായാണ് പോലീസ് കാണുന്നത്. മെമ്മറി കാർഡ് കാണുന്നില്ല, അതിനകത്ത് ഒരു 64 GB മെമ്മറി കാർഡ് ഉണ്ടാവേണ്ടതാണ്. കാണുന്നില്ല. ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി എത്രയും വേഗം മെമ്മറി കാർഡ് കണ്ടെടുക്കാനും കാർഡ് മോഷ്ടിച്ച കള്ളനെ കൊടുക്കാനും പോലീസ് വല വിരിച്ചു കഴിഞ്ഞു. എന്നാൽ തനിക്ക് അനുകൂലമായ തെളിവുകളുള്ള മെമ്മറി കാർഡ് ബോധപൂർവമാണ് നീക്കം ചെയ്തിട്ടുള്ളത് എന്നാണ് KSRTC ഡ്രൈവർ യദുവിന്റെ വാദം. റെക്കോർഡിംഗ് ആയിരുന്നു. ഞാൻ ബാക്കൊക്കെ എടുക്കുമ്പോൾ റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ ഞാൻ ആ സ്ക്രീനിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് റെക്കോർഡിംഗ് ആയിരുന്നു. പിന്നെ ചാത്തൻ സേവ ഉണ്ടാകുന്ന അറിയത്തില്ല, എടുത്തു മാറ്റിയെന്ന് തോന്നുന്നുണ്ട്. അതിപ്പം ഭരണ പാർട്ടിയുടെ ആളല്ലേ അവർ, ഈ മാഡം എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് നമ്മളെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്നെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസും ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ല. അതുകൊണ്ടാണ് അവർ ഇതൊക്കെ കിടന്ന് ഉരുളുന്നത്. അകത്ത് നിന്ന പയ്യൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, കറക്റ്റ് MLA അകത്ത് കയറുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അതുവരെ ഡിലീറ്റ് ചെയ്തത് അവരെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടല്ലേ. അതിനിടെ ഡ്രൈവറിൽ നിന്ന് ലൈംഗിക ചേഷ്ട ഉൾപ്പെടെ അതിഹീനമായ പെരുമാറ്റം നേരിട്ട മേയർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും സൈബർ ആക്രമണങ്ങളിലൂടെയും പൊതുവികാരം ഇളക്കിവിടാൻ ശ്രമിച്ച നടപടിയെ നിയമപരമായി നേരിടാനാണ് പാർട്ടിയുടെ തീരുമാനം. ഇക്കാര്യത്തിൽ പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ആവശ്യമെങ്കിൽ നിയമപരമായി നേരിടാനുള്ള നടപടിയെടുക്കുമെന്നും മന്ത്രി V ശിവൻകുട്ടിയും വ്യക്തമാക്കി. അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടന്ന് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നോട്ടെ. അതിനിടയിൽ ഈ നിലയിലുള്ള ആക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അവർക്കെതിരായിട്ട് ഇങ്ങനെ ഈ രൂപത്തിലുള്ള ആക്രമണം നടത്തുന്നതിനോട് ഒട്ടും യോജിക്കുന്നതിന് വേണ്ടി കഴിയും. സെക്രട്ടേറിയറ്റ് മുതൽ എന്തിനേറെ നീതിപീഠം വരെയുള്ള ഇടങ്ങളിൽ കേരളത്തിൽ മെമ്മറി കാർഡ് വാഴില്ലെന്ന ദുഷ്പേര് നിലനിൽക്കുന്നതിനിടെയാണ് മറ്റെല്ലാ ദീർഘദൂര സർവീസുകളിലും മെമ്മറി കാർഡ് നിലവിലുള്ളപ്പോൾ വിവാദ തർക്കത്തിനിടയായ ബസ്സിൽ മാത്രം മെമ്മറി കാർഡ് ഊരിയ നിലയിൽ കണ്ടെത്തിയത്. മെമ്മറി കാർഡിലെ ദൃശ്യം മാസ്റ്റർ സിസ്റ്റത്തിൽ രേഖപ്പെടുത്താറുണ്ടെന്ന വാദം പരിശോധിക്കുന്ന പോലീസിന് ഒരുപക്ഷെ മെമ്മറി കാർഡ് കണ്ടെത്താൻ വൈകിയാലും ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കുമെന്ന സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ അടിക്കടി ദുരൂഹത വർദ്ധിച്ച് അനുദിനം വഷളായി വരുന്ന ഈ വിഷയം ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ പരിഗണനയ്ക്ക് മുമ്പിൽ എത്തിച്ച് നിയമ നടപടി പൂർത്തീകരിക്കാനാകുമെന്ന നിഗമനത്തിലാണ് പോലീസ്. മറ്റ് ഇടപെടലുകളും സമ്മർദ്ദങ്ങളും ഇല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ യഥാർത്ഥ കള്ളനെ കുടുക്കി കേസിന്റെ ഗതി നിർണയിക്കാനാകുമെന്ന പ്രതീക്ഷ പുലർത്തുന്ന പോലീസിനൊപ്പമാണ് പൊതുസമൂഹവും നിലകൊള്ളുന്നത്. നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ സത്യാവസ്ഥ പുറത്തു വരണമെന്ന് തന്നെയാണ് രാഷ്ട്രീയത്തിനപ്പുറം പൊതുസമൂഹവും ആഗ്രഹിക്കുന്നത്. നന്ദിയോടെ.